ഇട്ട എനിക്കും അറിയില്ല, എടുക്കാൻ വന്ന അതും കണ്ടില്ല. ഇതാ ഒരു ഭയങ്കര ഒരു സാധനം കഴിച്ചുതരാം. അവൻ്റെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല. ഓ, കറക്റ്റ് സ്ഥലത്ത് തന്നെ. ഹായ്, നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ. അപ്പോൾ വിന്റർ സ്റ്റാർട്ട് ആവാറായി. അപ്പോൾ അങ്ങനെ എന്താ പറയാ, ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. എനിവേ, എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാര്യം വിന്റർ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പുള്ള ഈ ഇല കൊഴിയുന്നതും ഇതിന് മുമ്പ് കുറെ നാൾക്ക് മുമ്പ് എടുക്കണമെന്ന് വിചാരിച്ചാണ്. നല്ല പൂത്തി നിന്ന സമയങ്ങളിലെ ചെടികളൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള എൻ്റെ കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിവേ, എന്തായാലും ഇത് നമുക്കൊരു ഫസ്റ്റ് ഒരു അനുഭവമാണ്, ഒരു ഭയങ്കര ഒരു കാഴ്ചയാണ്. കുറേ നാളോട്ട് മീനും പറയുന്നുണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പോകണമെന്ന്, പക്ഷെ സാധിച്ചില്ല. എനിവേ, എന്തായാലും നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ചെറിയ ചെറിയ കാഴ്ചകൾ. അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണേ. നല്ല ഒരു മഴ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട്. നല്ല ക്ലൈമറ്റാണ്. നമ്മളെ ഈ മൂന്നാറിലേക്കുള്ള ക്ലൈമറ്റ് ഉണ്ടല്ലോ, അതുപോലെ. ഞാൻ നല്ല പൂക്കളൊക്കെ തേടിയുള്ള നല്ല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി നോക്കുകയാണ്. ഇതാ പൂക്കളൊക്കെ കൊഴിഞ്ഞ് ഒരു മഞ്ഞ് കാലത്തിന് സ്വാഗതം ചെയ്തിട്ട് ആ പൂക്കളൊക്കെ കൊഴിഞ്ഞടക്കുക. അതായത് ഒരു പ്രൈവറ്റ് സ്കൂളാണ് കേട്ടോ. സ്കൂൾ വിടാനുള്ള 3 മണി ആകാറൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ കാറൊക്കെ ഇവിടെ കിടക്കുന്നത്. അടിപൊളി. പൂക്കളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്ന കേട്ടോ. ഈ കാഴ്ചകളെന്നൊക്കെ പറയുമ്പോഴേ ഒരു അത്ഭുതമാണ്. നമ്മുടെ മറ്റേ വിഷുവിന് നമ്മുടെ കണിക്കൊന്ന പൂത്തിടക്കുന്നത് പോലെ. ഞാൻ ഇന്ന് രാവിലെ കണ്ടപ്പോൾ ഈ പൂക്കളെല്ലാം അങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഏറെക്കുറെയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് കൊഴിഞ്ഞതാണ്. അപ്പുറത്തേക്ക് കുറച്ച് അടിപൊളി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്ത് രസമാണ് നോക്കിയേ. വേണ്ട, വാവ്. ഹായ്, നമസ്കാരം. അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമൽ. അപ്പോൾ വിന്റർ സ്റ്റാർട്ട് ആവാറായി. അപ്പോൾ അങ്ങനെ എന്താ പറയാ, ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. എനിവേ, എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാര്യം വിന്റർ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പുള്ള ഈ ഇല കൊഴിയുന്നതും ഇതിന് മുമ്പ് കുറെ നാൾക്ക് മുമ്പ് എടുക്കണമെന്ന് വിചാരിച്ചാണ്. നല്ല പൂത്തി നിന്ന സമയങ്ങളിലെ ചെടികളൊക്കെ ഉള്ള നല്ല മനോഹരമായിട്ടുള്ള എൻ്റെ കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
എനിവേ എന്തായാലും ഇത് നമുക്കൊരു ഫസ്റ്റ് ഒരു അനുഭവമാണ്, ഒരു ഭയങ്കര ഒരു കാഴ്ചയാണ്. കുറേ നാളോട്ട് മീനും പറയുന്നുണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പോകണമെന്ന്, പക്ഷെ സാധിച്ചില്ല. എനിവേ എന്തായാലും നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ചെറിയ ചെറിയ കാഴ്ചകൾ. ഒരു സൈഡിൽ പൂത്ത് നിൽക്കുന്ന മരം, ഒരു സൈഡിൽ പൊഴിഞ്ഞു പോയ മരം. ഈ ബാക്കിൽ നിൽക്കുന്ന ആ മരം ഇത് ഏതാണ്ട് നമ്മുടെ വീടിനടുത്താണ്. ഈ എന്നും മീനു പറയും നാളെ രാവിലെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കണം. ഏതാണ്ടൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. നാളെയും കൂടെ ആകുമ്പോൾ തീരുമാനമാവും. എന്നാലും ഇവിടെ അല്ലെങ്കിൽ വേറെ ഏരിയയിലേക്ക് പോകുമ്പോഴത്തേക്കൊക്കെ ഉണ്ടാവും. ഇവിടെ 2 ഡേയ്സും കൂടെ കഴിഞ്ഞാൽ ഹലോവീൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടിൻ്റെ ബാക്കിൽ ഒക്കെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടം പൂച്ചയുടെ തല അനങ്ങുന്നതാണ്. പൂച്ചയാണോന്ന് എനിക്കറിയില്ല, പൂച്ചയായിരിക്കും. ഈ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് പോലെ പല വീട്ടുകളിലും ഇതിനേക്കാൾ അടിപൊളിയായിട്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ എന്തായാലും ഇതൊക്കെ നമുക്കൊരു പുതിയൊരു കാഴ്ചകളാണ്. ഞാനിതാ ഇപ്പോൾ വീണ്ടും ഒരു നല്ലൊരു സുന്ദരമായ നല്ല ഓറഞ്ചും റെഡൊക്കെ കലർന്ന ചെടി, ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് നല്ല ക്യാമറയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കണം. ഇപ്പോൾ ഇൻസ്റ്റയിലും നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ പിള്ളേർ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ വീഡിയോ എടുക്കുമ്പോൾ പക്ഷെ കൊതിയാകാറുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് ഡാൻസൊക്കെ. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല. എനിവേ നമ്മൾ അടുത്ത വിൻ്ററിൽ സെറ്റാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ സെറ്റാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പം നമ്മൾ വന്നതല്ലേ ഒക്കെ ഉള്ളൂ. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എനിവേ എന്തായാലും ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു മരം കാണിച്ചു തരാം. കണ്ടോ ഇതാ മരങ്ങളൊക്കെ ഇങ്ങനെ ഈ സെയിം മരങ്ങളൊക്കെ തന്നെയാട്ടോ. ഇതെല്ലാം പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുക. ഇവിടെ ഇപ്പോൾ ഇന്ന് 12 ഡിഗ്രി ആയിരുന്നു, 12 ഡിഗ്രിയാണ്. അപ്പം എന്താ ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഇന്ന് ദിവസമാണ് കേട്ടോ. രാവിലെ മുതലേ ക്ലൗഡായിട്ടുള്ള ഒരു സംഭവമാണ്. വെതർ കാലാവസ്ഥയും മൂടിക്കിടക്കുന്നത് ഇങ്ങനെ കറുത്ത്. ഒരു ഭയങ്കര ഒരു സാധനം കാണിച്ചു തരാം. ആരും പേടിക്കരുതേ. സ്കെൽറ്റനൊക്കെ ഇട്ടേക്കുന്നാണ്ട. ശവപ്പറം പോലെ. മറ്റന്നാൾ ഇവിടെ വേറെ ലെവലായിരിക്കും. കണ്ട പോസ്റ്റിലൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞു റാക്കുള. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു റാക്കുളേരെ ഞാൻ വിചാരിച്ചു നാടനാവാന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കള്ളിയങ്കാട്ട് നീലിയെ കൊണ്ടുവന്നാലോ അത്. അങ്ങനെ ഞാൻ സാരിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നാട്ടിൽ നിന്ന് വൈറ്റ് സാരിയും വൈറ്റ് ബ്ലൗസും ഇച്ചിരി മുടിയൊക്കെ സെറ്റ് ചെയ്ത് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ചപ്പോഴാണ് ഈ താടി ഒരു പ്രശ്നമായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാ കാര്യം അവിടെ നിന്ന് ഇത്രയും ദൂരം കൊണ്ടുവന്ന് എക്സ്പെൻസീവായിട്ട് നമ്മൾ ചിലവാക്കി ഇതാക്കിയിട്ട് ഈ താടി ഇരിക്കുമ്പോൾ അതിനൊരു ഗുമ്മ് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ റാക്കുളയാവാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റന്നാളാണ്, ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഇനി എന്തായാലും ദൈവം കനിയട്ടെ. ഇനി ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂക്കളൊന്നും ഉണ്ടാവില്ല. ഇത് മുട്ടയിട്ട് നിൽക്കും. അതേ സമയത്ത് ഒരു 4-5 മാസം കഴിയുമ്പോൾ, അതായത് ഇനി ഒരു മാർച്ച്, നമ്മളിവിടെ ഏപ്രിലായിരുന്നപ്പോൾ വന്നത്. ഈ ഏപ്രിലായിരുന്നു വന്നപ്പോൾ ഏതാണ്ട് പൂക്കളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് പൂക്കളൊക്കെ ഉണ്ടായത് കേട്ടോ. ഈ ഇലകളൊക്കെ ഉണ്ടായത്. പിന്നെ ഒരു ഭയങ്കര ഗ്രീനിഷാണ് എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ വീടിൻ്റെ മുന്നിൽ എല്ലാവരും കറക്റ്റായിട്ട് ഗാർഡനിങ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് അവർ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വന്ന് ഇവിടെ പെറ്റിയടിക്കും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൻ്റെ മുന്നിൽ എല്ലാം വൃത്തിയാക്കാറുണ്ട്. ഞാൻ ആ ജോലിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി പുല്ല് പറിക്കാൻ വരെ ഞാൻ പോയി. ഇനി എന്തായാലും ഇവിടെയൊക്കെ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി എന്തായാലും ആ ജോലിയൊക്കെ ഇപ്പോൾ അടുത്ത വിൻ്ററിലൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്.
അതൊരു ബിസിനസ്സാക്കി ചെയ്താലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിവേ എന്തായാലും ഇവിടെ ഉള്ള അനുഭവം പറയത്തക്ക അടിപൊളിയാണ്. നമുക്കെല്ലാം പഠിക്കാൻ പറ്റും. ഇനി ഇവിടുന്ന് 5-6 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുന്നവരോ അല്ലെങ്കിൽ എവിടെ പോയി ഇരുന്നാലും അവർ അടിപൊളിയായിട്ട് ജീവിക്കും. അതെനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. എല്ലാവർക്കും ഒരു അനുഭവമാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട് വിട്ട് വേറെ ഒരു രാജ്യത്തിലേക്ക് പോയി താമസിക്കുകയും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ തിരിച്ച് നാട്ടിലേക്ക് വന്ന് ജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും എന്നെനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. എനിവേ ചില ആൾക്കാർക്ക് സാധിക്കാറില്ല. കാര്യം PR-ൻ്റെയും മറ്റുള്ള നമുക്കിവിടെ ഈ രാജ്യത്ത് തന്നെ നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. പല സുഹൃത്തുക്കളും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ട കുറേ പേരൊക്കെ ഇവിടെ PR ഒന്നും കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്ന അവസ്ഥയുണ്ടായിരുന്നു. അവരിപ്പോൾ നാട്ടിൽ ഭയങ്കര എന്താ പറയുക, നമ്മളിവിടെ ഒരു 5 വർഷം ഇവിടെ ലൈഫ് വേറെയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയണുണ്ടായിരുന്നു. അവർ ട്രൈ ചെയ്യാണ് വീണ്ടും ഇവിടെ ഒന്നും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എന്തായാലും ഞാൻ വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ ഞാൻ വേറെ ഒരു സ്ഥലത്തേക്ക് പിടിക്കുവാണ്. കുറച്ച് നല്ല ഒരു ട്രെയിലുണ്ട് അടുത്ത്. അപ്പം ഞാൻ കുറേ ദിവസമായി അവിടെ പോയിട്ട്. എന്തായാലും ഞാൻ നിങ്ങളെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകും. ഓക്കെ, എൻ്റെ സൈക്കിളിലാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നത്. സൈക്കിള് എടുക്കാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ സൈക്കിള് എടുത്തത്. കാര്യം സൈക്കിൾ എടുത്താലേ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. എനിവേ എന്തായാലും കേട്ടാ, ഇവിടെ വെച്ചൊരു നല്ലൊരു ക്യാമറയിൽ ഫോട്ടോ എടുക്കുവാണെങ്കിൽ എന്ത് രസമായിരിക്കും. ഇത് നല്ല ക്യാമറയാണ്. ഇപ്പോൾ ഐഫോണിൽ കുറേ ദിവസം കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ക്ലാരിറ്റി ഇല്ല. അപ്പം ഞാനിങ്ങനെ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ആണ് ഞാൻ അറിഞ്ഞത്. അതായത് പുതിയ ഫോൺസ് ഇറങ്ങുമ്പോഴത്തേക്ക് പഴയ ഫോണിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരും എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ട്രെയിനിലേക്ക് പോവുകയാണ്. ഇവിടെ തൊട്ടടുത്തൊരു ട്രെയിനുണ്ട്, അങ്ങോട്ട് പോവാം. Chauffeur bell. Oh, It's free. Chauffeur bell. Yeah. Yeah. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകാം കേട്ടോ. ഇവർക്ക് വേണ്ടാതെ നല്ലതാണ്, നല്ല സോഫയാണ്. Yeah, it's Yeah. free. Yeah, Okay. not now. Hey, What's your name? take it. Jose. Jose, okay. Yeah. From? El Salvador. അപ്പോൾ ഞാനിതിപ്പോൾ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ സാധനം, ഈ സോഫയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇഷ്ടമുള്ളവർക്ക് എടുത്തിട്ട് പോവാം. അങ്ങനെ ഇതിനു മുമ്പ് പലപ്പോഴുമായിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്കിപ്പോഴാണ് സംഭവം മനസ്സിലായി. ഇവർ ഈ ജങ്ക് റിമൂവൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ. അതായത് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് മറ്റേ വീട്ടിലേക്ക് മാറുമ്പോഴത്തേക്ക് ആ വീട്ടിലെ സാധനങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന സംഭവം. അപ്പോൾ അങ്ങനെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഇവരെവിടെയെങ്കിലും ഇതുപോലെ കൊണ്ട് വയ്ക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ ഈ മാർക്കറ്റ് പ്ലേസിലൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ അങ്ങനെ എന്തോ സംതിങ് ഇവിടെ കൊണ്ടുവച്ചാണെന്ന് തോന്നുന്നു. എന്തായാലും അയാൾ പറഞ്ഞ ആ രാജ്യത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതാണ്ടോ ഫുള്ള് കൊഴിഞ്ഞ മരങ്ങൾ. ഇത് ചിലപ്പോൾ രാത്രിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു 6 മണി 7 മണിയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇച്ചിരി പേടിയാവും കേട്ടോ. ഈ മരങ്ങളെല്ലാം കൊഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഇതുപോലെ കാണും. എന്തായാലും മഞ്ഞൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഇനി കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം. അപ്പോൾ നമ്മുടെ ഒരു ജിണ്ടാനെയും കൊണ്ട് നടക്കുന്നതാണ്. ബൈ.
കണ്ടോ, ഒരു ചെറിയ ഒരു അരുവി പോലെ പോകുന്ന കേട്ടോ. ഇവിടെ ഒന്നും കൈ കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, അത്രയും തണുപ്പായിരിക്കും. നമ്മുടെ കല്ലാറിലൊക്കെ പോയ ഒരു പ്രകൃതമാണ്. നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മുടെ നാട് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ കാട്ടിനകത്തൂടെയുള്ളൊരു യാത്ര. കണ്ടോ, ഈ ട്രെയിനിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഈ ഒരു ചെറിയൊരു കാട് പോലെയാണ്, ചെറിയൊരു ഫോറസ്റ്റ് പോലെ, അതിനകത്തുള്ള ഒരു ഏരിയ. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അത്ര നല്ല വെള്ളവും ഒന്നും അല്ലാന്ന് തോന്നുന്നു. മീൻസ് ഇതാ നല്ല കറുത്തിട്ടായിരുന്നു. എന്നാലും ഇതാ ബാക്കിലൊക്കെ ഇരിക്കുന്ന കണ്ടോ വീടുണ്ട്. ആ വീട്ടിലൊക്കെ ഒരു വൈബായിരിക്കും കേട്ടോ. കാര്യം ഈ ഒരു ഒച്ചയും ഇച്ചിരി നല്ല മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൗണ്ടൊക്കെ നല്ലതാണ്. കാര്യം വണ്ടിയുടെ ഒന്നും സൗണ്ട്സ് ഒന്നുമില്ല. എന്താ കിളികളും ഇപ്പോൾ കേൾക്കുന്നത് എൻ്റെ സൈക്കിളിൻ്റെയാണ്. ഞാൻ കുറച്ച് ദിവസമായി എടുത്തിട്ട്. അപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഒന്ന് കറങ്ങാറുണ്ട്. ഇനി എന്തായാലും ഈ വീട്ടിലൊക്കെ ഉള്ളവർക്ക് നല്ലൊരു സംഭവമാണ്. നല്ല വലിയ പൊല്യൂഷനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സൗണ്ടും നല്ല കിളികളുടെയും നല്ല ഈ വെള്ളത്തിൻ്റെയും ഒക്കെ സൗണ്ടൊക്കെ ആയിട്ട്. ഈ വീട്ടിൽ ഒരു 2 ഡോഗുണ്ട് കേട്ടോ. കിടില സാധനങ്ങളാണ്. ഇപ്പോൾ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഇനി എന്തായാലും നമ്മുടെ ട്രെയിനിലെത്താറായി. അപ്പം ഒരു ആഫ്റ്റർനൂൺ വാക്കിങ്ങിന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഞാൻ അമ്മൂനെ കൊണ്ട് ഇവിടെ വരുമായിരുന്നു. അമ്മൂനെ സ്കൂൾ വിട്ടിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ ജസ്റ്റ് പാർക്കൊക്കെയാണ്. അങ്ങനെ അവിടെ വന്ന് കളിക്കാനും നടക്കാനൊക്കെ ആയിട്ട് വരും. അന്ന് ജോലിയില്ലായിരുന്നു, അപ്പോൾ സമയമുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ നമ്മുടെ ലൈഫ് ഓരോ പടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. നമ്മളെ ഊട്ടി നമ്മുടെ പൊളി. എൻ്റെ സുഹൃത്തുക്കളെ, ഒരു ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഫോണിൽ. എനിവേ എന്തായാലും ഞാൻ കാണുന്ന ഒരു അടിപൊളി വിഷ്വൽ ആയിരിക്കില്ല നിങ്ങൾ കാണുന്നത്. എനിവേ എന്തായാലും ഇത് കാണുന്ന നിങ്ങൾക്ക് ഇതൊരു സൗന്ദര്യം തന്നെ ആയിരിക്കും. എൻ്റെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല. കറക്റ്റ് സ്ഥലത്ത് തന്നെ. ഞാൻ വിചാരിച്ച എന്നെ കടിച്ചു. സീരിയസ്ലി ഇങ്ങനെ ചാടി ഇങ്ങനെ പിടിച്ചു. ഞാൻ വിചാരിച്ച എന്നെ കടിച്ചു. ഓക്കെ, ഇനി എന്തായാലും ഇതൊക്കെ ഒരു ഇവിടുത്തെ പറ്റിയാൽ അങ്ങനെ കടിക്കത്തൊന്നുമില്ല എന്ന് ഞാൻ പറയുന്നില്ല, പറയാൻ പറ്റില്ല. എൻ്റെ മക്കളെ ഇത് നോക്ക്, നിങ്ങൾ എന്ത് രസമോ നോക്ക്. ഇപ്പം ഭയങ്കര മെടുക്കനാണ്. Closer, you just move your hand and they'll start coming towards you. Okay. And then you can get your picture. Okay, sure. Thank you very much.
പുള്ളി ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടേ പുള്ളി ഇതാ സ്ക്യൂരലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 നമ്മുടെ കപ്പലിൻ്റെ എന്നിട്ട് കൊടുക്കാൻ പറയുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം അടുത്ത് വരും. അപ്പോൾ വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കൊടുക്കാവേ, കാണിച്ചു തരാം. വരുവോ ഓടുവോ എന്നുള്ള അറിയില്ല. Yes, got it. എടുത്തിട്ട് എവിടെ പോയത്? എനിക്കും അറിയില്ല, എടുക്കാൻ വന്ന അതും കണ്ടില്ല. എന്തായാലും അത് എടുത്തോ കൊണ്ടുപോയോ എനിക്കറിയില്ലേ. ഇനി എന്തായാലും അടിപൊളി, എന്തായാലും സെറ്റാ. ഇനി ഒരു കിട്ടിയില്ല ഒരു സാധനം വരുന്നുണ്ട്, കാണിച്ചു തരാം. ഹായ്. അണ്ണാ എങ്ങനെയുണ്ട്? കിട്ടില്ലോ അല്ലേ? ഇതൊക്കെയാണ് ഒരു കാര്യം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2:30 മണി കഴിഞ്ഞു. അവർ ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് വിശ്രമിച്ചിട്ട് പട്ടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുവാണ്. ഇവിടെ പട്ടിയെന്നൊന്നും പറയില്ല, ഡോഗ് എന്നൊക്കെ പറയുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ. ഇനി എന്തായാലും ഒരു കിട്ടില്ല ഒരു ഫോട്ടോയും കൂടെ എടുക്കട്ടെ. ഇവിടെ എല്ലാതായി മരങ്ങളിൽ നിന്ന് കൊഴിഞ്ഞെടുക്കുന്ന ഇലകളാണ് കണ്ട. മരങ്ങളെല്ലാം ഒരു മരത്തിൽ കണ്ട. സ്ക്യൂറലിന് വേണ്ടിയിട്ടാണോ ഒരു വീട് എന്നറിയില്ല. ഇത് എന്തായാലും ഒരു കുഞ്ഞ് വീട് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് വീടാണോ എന്താണെന്നുള്ള അറിയില്ല. What's your name? I'm Desmond. Okay, thank you for the photo. You're welcome. Welcome. Bye. Have a nice day. Yeah, same to you. പുള്ളി എനിക്ക് ഫോട്ടോ എടുത്തു തന്നെ കേട്ടോ. അടിപൊളി കിടുക്കാച്ചി ഫോട്ടോ. ഇതാ വീണ്ടും ഒരു ബ്രിഡ്ജ് കേട്ടോ, കുഞ്ഞു ബ്രിഡ്ജ്. ഇതാ ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും വെള്ളത്തിലേക്ക്. ഇനി എന്തായാലും നിങ്ങൾക്ക് അമ്മുവിൻ്റെ പാർക്ക് കാണിച്ചു തരാം. അമ്മു എപ്പോഴും വരുന്ന ഒരു പാർക്കുണ്ട്. ഇതാണ് അമ്മുവിൻ്റെ പാർക്ക്. ഞാനും അമ്മുവും കൂടെ ഇവിടെയാണ് വരാറുള്ളത്. കാര്യം അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒന്ന് നടക്കുകയും പാർക്കിലൊക്കെ വന്ന് കുറേ നേരം കളിച്ചിട്ടങ്ങ് പോകും. ഇവിടെ വലിയ തിരക്കുണ്ടാവില്ല. കുറച്ച് നമ്മുടെ വീടിനടുത്തൊരു പാർക്കുണ്ട്, അവിടെ ശരിക്കും കുട്ടികളാണ്. അപ്പോൾ ചിലപ്പോൾ അമ്മ പറയും എനിക്ക് അവിടുത്തെ കുട്ടികൾ എൻ്റെ അടുത്ത് മിണ്ടൂല, സംസാരിക്കില്ല, കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ വന്നാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഇങ്ങ് വരും. ഇവിടെ നല്ല ഒരു പീസാണ്, ഇവിടെ നല്ല രസമാണ്. ഈ ബ്രിഡ്ജ് ഒരു കിടുക്കാച്ചി ബ്രിഡ്ജാണ്. ഇവിടെ ഡക്കുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ശരിക്കും ഡക്കുള്ള സ്ഥലമാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒഴുക്കിനെതിരെ നീന്തുക. അപ്പോൾ ഇതൊക്കെയാ കാഴ്ചകൾ. ഇതാ ഇവിടെ കുറേ നിപ്പുണ്ട് കേട്ടോ. ഇവിടേക്ക് എന്ത് രസമെന്ന് നോക്കിയേ. ഞാൻ ആ ലോങ് വിഷയെല്ലാം കണ്ടപ്പോഴല്ലേ അടിപൊളി. ഞാൻ ഇന്ന് പോയ റൂട്ടിലൊന്നും വലുതായിട്ടുള്ള ഹാലോവീൻ ഡെക്കറേഷൻ ഒന്നും ഇല്ലായിരുന്നു. അല്ലാതെ വേറെ റൂട്ടിലേക്ക് ശരിക്കും ഉണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. അത് സൈക്കിളിൽ പോകാൻ പറ്റില്ല. അത് അവിടെ ഒരെണ്ണം കാണണ്ടേ, നോക്കട്ടെ. കണ്ടോ, വീടിൻ്റെ മുന്നിലാണ്.
ഇതുപോലെ രാത്രിയൊക്കെ ഇവിടെ ലൈറ്റ്സൊക്കെ ഇട്ട് പൊളിയായിരിക്കും. രാത്രി ഇവിടെയൊക്കെ പൊളിയായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സൊക്കെ ഇട്ട് സെറ്റാണ്. അതാ ഇതിന് ഓപ്പോസിറ്റുള്ള ഒരു വീട്ടിൽ ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ള വിഷ്വൽസ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. നിങ്ങൾ ലാസ്റ്റ് വരേക്കും കാണണം. ഓക്കെ, ഇനി എന്തായാലും ഞാൻ തിരിക്കുവാണ്, എനിക്ക് സമയമായി. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള വിഷ്വൽസ് ഞാൻ കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ഞാൻ രാത്രി ആയിരിക്കും ചിലപ്പോൾ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ കാണിച്ചില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. പാവം പയ്യനാണേ, പാവം പയ്യനാണേ. ഓക്കെ, വേറൊരു വീടിൻ്റെ മുന്നിൽ ചെറിയ രീതിയിൽ ചെയ്ത് എന്തായാലും മറ്റന്നാൾ കിടുക്കാൻ വേണ്ടി ഇരിക്കുക. എന്തായാലും നോക്കാം കിടുക്കുമോ അതോ നമ്മൾ കിടുങ്ങുമോ എന്ന് എന്തായാലും നോക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും പിന്നെ എന്തുമാത്രം ഇത്രയും സൈക്കിൾ ഓടിച്ചേ ഉള്ളൂ, എന്തുമാത്രം ഇങ്ങനെ. ഞാൻ ആക്ച്വലി ഒരു 2-3 ആഴ്ചയായി ഇച്ചിരി വ്യായാമമൊക്കെ ഉണ്ടായിട്ടെ, ഇച്ചിരി തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി യോഗയൊക്കെ ഡെയിലി ചെയ്യുന്നതാണ്, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യം നന്നായിട്ട് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും എ ഷോർട്ട് ബ്രേക്ക്. പക്ഷേ സീന് കഴിയുന്നില്ല, കണ്ടോളൂ ബാക്കിയുള്ള സീൻസ്. ഇനി അമ്മുവും മീനും ഒക്കെ ആയിട്ട് നമ്മൾ രാത്രി ഒരു റൗണ്ട് അടിക്കുന്നുണ്ട് നമ്മുടെ ഹാലോവിൻ ഡെക്കറേഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഞാനിത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ ഞാനത് പറയില്ല. ഇനി എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ആയിരിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിൽ ഞാനിപ്പോൾ ബൈ പറയുവാണ്. ബായ്. ബാക്കിൽ കണ്ടോ, അടിപൊളിയല്ലേ, എന്ത് രസമാണെന്ന് നോക്കിയേ. അപ്പോൾ ബൈ.